നിന്റെ കഷ്ടകാലത്തിൽ നിനക്കു സഹായം നൽകിടട്ടെ. യാക്കോബിൻ ദൈവം തിരുക്കരത്താൽ നിന്നെ അനുദിനം നടത്തിടട്ടെ. യാക്കോബിൻ ദൈവം തിരുക്കരത്താൽ നിന്നെ അനുദിനം നടത്തിടട്ടെ. യഹോവ നിന്റെ കഷ്ടകാലത്തിൽ നിനക്കു സഹായം നൽകിടട്ടെ. യാക്കോബിൻ ദൈവം തിരുക്കരത്താൽ നിന്നെ അനുദിനം നടത്തിടട്ടെ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യെശയ്യാപ്രവചനം 43-ാം അധ്യായം 1-ാമത്തെ വാക്യം കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന തൻ്റെ ജനത്തിന് നൽകുന്ന കരുതലിൻ്റെ വാക്കുകളാണ്. നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഈ സന്ദേശത്തിൽ കൂടി ദൈവം തൻ്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് അവൻ്റെ സഹായവും കരുതലും വിടുതലും ആണ്. നമ്മുടെ ഭാരങ്ങൾ ചുമക്കാമെന്നും ആശ്വസിപ്പിക്കാമെന്നും വാഗ്ദത്തം തന്നവൻ നമ്മോടൊപ്പം ഉണ്ട്. എങ്കിലും നാം ഭാരപ്പെടണമോ? നമുക്ക് വഹിക്കുവാൻ കഴിയാത്ത വലിയ പരിശോധനകളും കഷ്ടതകളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ കർത്താവ് പറയുന്നത്, നിന്റെ എല്ലാ വേദനകളെയും എൻ്റെ കരങ്ങളിൽ ഇട്ടുതരിക എന്ന. പലപ്പോഴും നമ്മുടെ സ്നേഹിതന്മാരുടെയും പ്രിയപ്പെട്ടവരുടെയും പേര് നാം മറന്നു പോകും. എന്നാൽ കർത്താവ് മറക്കില്ല. ഇവിടെ പറയുന്നത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന. നാം ഓരോരുത്തരുടെയും പേരവന് ഹൃദിസ്ഥമാണ്. അവൻ നമ്മെ സൃഷ്ടിക്കുകയും വീണ്ടെടുത്ത് സ്വന്തം ജനമാക്കി തീർത്തിരിക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ആണ് ഈ കരുതൽ നമുക്ക് ലഭിക്കുന്നത്. ജീവിതയാത്രയിൽ നിശ്ചയമായി കടന്നു പോകേണ്ടുന്ന ചില കടമ്പകൾ ഉണ്ട്. മിസ്രൈം അടിമത്തത്തിൽ നിന്നും ദൈവം തൻ്റെ ജനത്തിന് വിടുതൽ നൽകിയെങ്കിലും വാഗ്ദത്ത നാട്ടിലെത്തിച്ചേരണമെങ്കിൽ അനേക തടസ്സങ്ങൾ തരണം ചെയ്യണമായിരുന്നു. ചെങ്കടലും യോർദാനും എരിഹോവും ഒക്കെ അവരുടെ മുൻപിലുണ്ടായിരുന്ന തടസ്സങ്ങളായിരുന്നു. ഇവയൊക്കെ പെട്ടെന്നുണ്ടായ തടസ്സങ്ങൾ ആയിരുന്നില്ല. അവയൊക്കെ വളരെ മുന്നമേ ഈ വഴിയിൽ ഉണ്ടായിരുന്നു. അവയെ തരണം ചെയ്യാതെ കനാനിൽ എത്തിച്ചേരുവാൻ അവർക്ക് സാധിക്കില്ലായിരുന്നു. തടസ്സങ്ങൾക്ക് മുൻപിൽ ഇസ്രായേൽ പകച്ചു നിന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അവിടെയെല്ലാം ദൈവം അവർക്ക് പുതുവഴി തുറന്നു കൊടുത്തു. നമ്മുടെ വിശ്വാസയാത്രയിലും കടന്നു പോകേണ്ടുന്ന ചില ചെങ്കടലും യോർദാനും എരിഹോവും ഒക്കെ ഉണ്ടാകും. അപ്പോഴൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കേണ്ടി വരും. ഈ സാഹചര്യങ്ങളിൽ ദൈവം നൽകിയ വാഗ്ദത്തമാണ് യെശയ്യാവ് 43-ന്റെ 3-ാം വാക്യം. നിന്റെ ദൈവവും പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ, നിന്റെ രക്ഷകൻ. ദുഷ്ടൻ്റെ വളർച്ച നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട്. എന്തുകൊണ്ട് അവർക്ക് പ്രതികൂലമുണ്ടാകുന്നില്ല എന്നും നാം ചോദിക്കും. ദുഷ്ടൻ്റെ വളർച്ചയെക്കുറിച്ച് തിരുവചനം പറയുന്നത്, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ തുടർന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. സങ്കീർത്തനം 37, 35, 36 വാക്യങ്ങൾ. നീതിമാനെക്കുറിച്ച് പറയുന്നത്, അവൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും, വാർദ്ധക്യത്തിലും അവൻ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും, അവൻ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. സങ്കീർത്തനം 92, 12, 14 വാക്യങ്ങൾ. മരുഭൂമിയിലെ മണൽക്കാറ്റിനെയും ചുട്ടുവെള്ളുന്ന വെയിലിനെയും വകവയ്ക്കാതെ പന വളർന്ന് ഫലം കൊടുക്കുന്നു. മരുഭൂമിയിലെ മണൽക്കാറ്റിൽ ആടി ഉലയുന്നു എങ്കിലും അനേക ശതാബ്ദങ്ങൾ നിലനിൽക്കുന്ന വൃക്ഷമാണ് ദേവദാരു. പനയും ദേവദാരുവും ചുട്ടുപൊല്ലുന്ന വെയിലിലും മണൽക്കാറ്റിലും വീണുപോകാതെ തകരാതെ നിൽക്കുന്നത് പോലെ ഏത് പ്രതികൂലങ്ങളിലും നീതിമാൻ തകർന്ന് പോകയില്ല. എന്തുകൊണ്ടെന്നാൽ നീതിമാൻ
എന്തുകൊണ്ടാണ് നീതിമാൻ തകർന്നു പോകാതിരിക്കുന്നത് എന്ന് യെശയ്യാവ് 41:10 പറയുന്നുണ്ട്. ഞാൻ നിന്നോട് കൂടിയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സങ്കീർത്തനം 91:15 പറയുന്നത് കഷ്ടകാലത്ത് ഞാൻ നീതിമാനോട് കൂടെ ഇരിക്കും എന്ന. നമ്മിലുണ്ടാകുന്ന കഷ്ടതകളിൽ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. യെശയ്യാവ് 43:2 പറയുന്നത്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയും ഇല്ല. നമ്മെ ഭയപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളിലും കർത്താവ് കൂടെ ഉണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാവണമെങ്കിൽ ചെങ്കടൽക്കരയിലും യോർദാൻ നദീതീരത്തും യെരിഹോവിലും ദൈവത്തിന് ജനം പൂർണ്ണമായി ദൈവത്തെ അനുസരിച്ചതുപോലെ നാമും ദൈവത്തെ അനുസരിക്കണം. അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചതുപോലെ നാമും ശുദ്ധീകരിക്കപ്പെട്ടവരായിത്തീരണം. അവർ ദൈവത്തിനു വേണ്ടി ആർത്തതുപോലെ കർത്താവിന് വേണ്ടി ആർപ്പിൻ സ്വരം ഉയർത്തുവാൻ നാം തയ്യാറാകണം. അവൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കണം. എങ്കിൽ പുരാതനായ ദൈവം നമ്മളുടെ സങ്കേതമായിരിക്കും, ശാശ്വത ഭുജങ്ങളിൽ നാം സുരക്ഷിതരായിരിക്കും. ആവർത്തനം 33:27. കർത്താവേ, പ്രതികൂല സാഹചര്യങ്ങളെല്ലാം എന്നോട് കൂടെ ഉള്ളതിനാൽ നിനക്ക് നന്ദി പറയുന്നു. ആമേൻ. നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമരുളുമവൻ സ്തോത്രയാഗങ്ങളിൽ പ്രസാദിച്ചിടും. നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമരുളുമവൻ സ്തോത്രയാഗങ്ങളിൽ പ്രസാദിച്ചിടും. നിന്റെ ക്ലേശമെല്ലാം നീങ്ങിടും, സന്തോഷം നിനക്കേകിടും. നിന്റെ ക്ലേശമെല്ലാം നീങ്ങിടും, നിത്യസന്തോഷം നിനക്കേകിടും. യഹോവ നിന്റെ കഷ്ടകാലത്തിൽ നിനക്കു സഹായം നൽകിടട്ടെ. യാക്കോബിൻ ദൈവം തിരുക്കരത്താൽ നിന്നെ അനുദിനം നടത്തിയിടട്ടെ.